വാദമൊന്നും നടക്കുകയില്ലെന്നാണ് അറിവ്. ഈ തീയതി നിശ്ചയിക്കുക, ഭരണഘടനാ ബെഞ്ചിൻ്റെ വാദം കേട്ട് തീരുമാനിക്കുന്നതിനുള്ള തീയതി നിശ്ചയിക്കുക എന്നുള്ളതാണ് നാളത്തെ ഉദ്ദേശം എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. എന്തോ സർക്കാർ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, സർക്കാർ അതിനുശേഷം കോടതിയിൽ ഇങ്ങനെ ഇത് ഒരു തീരുമാനമാകാതിരിക്കുമ്പോൾ തന്നെ സർക്കാർ യുവതി പ്രവേശനം തടഞ്ഞു. പഴയ ആചാരങ്ങൾ സംരക്ഷിക്കണം. ഞങ്ങളുടെ ഉദ്ദേശം ഇതാ, പഴയ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അപ്പോൾ അത് പഴയതുപോലെ ആക്കിക്കൊണ്ടുള്ളൊരു അലിഖിതമായിട്ടാണെങ്കിലും ഒരു നല്ല നടപടിക്രമം ഗവൺമെൻറ് സ്വീകരിച്ചു. ഈ 6-7 കൊല്ലമായിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷേ ഇതിപ്പം ഇവരെന്താണ് പറയാൻ പോകുന്നത്, അല്ലെ തീരുമാനം എന്താണെന്നോ നമുക്ക് നിശ്ചയിക്കാൻ ഒക്കില്ല. ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഞങ്ങൾ അതിന് ബന്ധപ്പെട്ടിട്ടുമില്ല അവരുമായിട്ട്. അല്ല, അതില്ല. പക്ഷെ അവരുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ. അത് ഈ കേസ് നിൽക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ ഏതായാലും ഈ പുതിയ കോടതിയുടെ പുതിയ നീക്കമല്ല, അതിൻ്റെ നിയമപരമായിട്ട് നടക്കേണ്ടതാണ്. ഭരണഘടന 9-അംഗ ബെഞ്ചിന് എന്ന് വെച്ചാൽ ഫൈനലാണ്, അവിടെ തീരുമാനിക്കട്ടെ എന്നാണ് താഴെയുള്ള കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു 9 ആ ബെഞ്ചിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനും അതെന്ന് വേണം അതിന് വാദം കേൾക്കേണ്ടതെന്നുള്ളതും തീരുമാനിക്കാൻ വേണ്ടിയാണ് നാളെ ഇപ്പോൾ കൂടാൻ പോകുന്നത്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളത് അന്വേഷിച്ചിട്ടുമില്ല. അതിപ്പോൾ ഞാൻ പറയാൻ വെക്കുമോ? ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ, ഗവൺമെൻറ് എല്ലാം നോക്കിയിട്ടല്ലേ അവരൊരു തീരുമാനം എടുക്കുകയുള്ളൂ. 2019 തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPM ഉണ്ടായി എന്നുള്ള വിലയിരുത്തലുണ്ടായിട്ടുണ്ടാവാം. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ വിഷയം ഉയർന്നു വരുന്നത്. അപ്പോൾ സർക്കാർ നിലപാട് എന്തായാലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒന്നായിരിക്കില്ലേ? അല്ല, അത് ഇപ്പം നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല. അതിനെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാകുമോ ഒന്നും ഇല്ലെന്നൊന്നും. സത്യവാങ്മൂലം സർക്കാർ തിരുത്തുമെന്ന് തോന്നുന്നുണ്ടോ? തിരുത്തിയോ? നമ്മൾ തിരുത്തണമെന്നോ? അല്ല, ഗവൺമെൻറ്റോ? അല്ല, അതിൻ്റെ നിയമ നടപടികൾ എന്താണെന്ന് അവരന്വേഷിച്ച് തീരുമാനിക്കട്ടെ. നമ്മളുമായിട്ട് അവർ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല, ഞങ്ങളും ബന്ധപ്പെട്ടിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു സമയത്ത് പറയുന്നത് തിരുത്തുമെന്ന്, പക്ഷെ ദേവസ്വം മന്ത്രി പറയുന്നത് തിരുത്താനുള്ള സാഹചര്യം ഇല്ല. കണ്ടറിയാം എന്നിട്ടുള്ളത്. ഞങ്ങളുടെ നിലപാടിന് മാറ്റമൊന്നുമില്ല ഈ വിഷയത്തിൽ. ബന്ധപ്പെട്ട കേസിന് പോയത് NSS മാത്രമാണ്. കേസിന് പോയത് NSS മാത്രമാണ്. കേസിന് പോയത് ആ സമയത്ത് ഒരുപാട് പേര് പരസ്യമായി പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു, കേസിന് ഒപ്പം ഉണ്ടാകുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് പോയത് NSS മാത്രമാണ്. പക്ഷെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ആ സമയത്ത് പിന്തുണ നൽകിയെങ്കിലും പിന്നീട് അത് ഉണ്ടായില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അല്ലേ ഉണ്ടായില്ല. അല്ല, അത് ആദ്യം ഇടപെട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ NSS അല്ലേ ഉള്ളൂ ഇതിനെതിരായിട്ട്. രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ, ഗവൺമെൻറ്റുകൾ പോലും ഇടപെട്ടിട്ടില്ല. NSS ആ കേസ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് കോടതി തന്നെ പറഞ്ഞു ഇതുപോലുള്ള സംഘടനകൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വക കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ഈ വാദം കേൾക്കുന്നത്. അത് എല്ലാ സംഘടനകളെയും വിളിക്കുകയില്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഞങ്ങളെ വിളിക്കും.
അത് ഞങ്ങൾ വളരെ സജീവമാണ്. കേസ് വളരെ പഴയ വാശിയോടുകൂടി തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്.